എല്ലാവർക്കും നമസ്കാരം. അറിവ് പ്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡീസസ്. നമ്മൾ ഏത് ചാപ്റ്റർ ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചാപ്റ്റർ നമ്പർ 1. ചാപ്റ്റർ നമ്പർ 1ന്റെ പേരെന്താ? റേഷ്യോസ്, പ്രൊപ്പോർഷൻ, ഇൻഡീസസ് ആൻഡ് ലോഗരിതം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 ക്ലാസ്സസ്, അതായത് ഇൻഡീസസിന്റെയും ലോഗരിതത്തിന്റെയും ക്ലാസ്സിൽ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻഡീസസിൽ നിന്നും അത്രയ്ക്ക് കൂടുതലായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ലോഗരിതത്തിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ ടോപ്പിക്കും കൂടുതൽ ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത് ലോഗരിതം എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇൻഡീസസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ പൊതുവേ ഒന്നെങ്കിൽ 2 തരത്തിലാണ്. ഒന്നെങ്കിൽ വെറും എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ടോപ്പിക്കിൽ നിന്ന് വന്ന ചോദ്യങ്ങളുടെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ടൈപ്പൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം, നമ്മളൊരു ക്വസ്റ്റ്യൻ ബേസ്ഡ് അപ്രോച്ച് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, എന്താണ് ഇൻഡീസസ്? വാട്ട് ഈസ് ഇൻഡീസസ്? ഒരു പൊതുവെ നമ്മൾ 5 സ്ക്വയർ എന്ന് എഴുതിയാൽ എന്താണ് അതിന് പറയുന്നത്? 5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 5 അല്ലേ? അതേസമയം 5 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 5 × 5. ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അതിനെ എഴുതാതെ നമ്മൾ അതിനെ ഒരു എക്സ്പോണന്റ് ലെവലിൽ എഴുതുന്നു. ഈ ഒരു എക്സ്പോണന്റ്, ഈ 3യോ അല്ലെങ്കിൽ ഇവിടുത്തെ 2നെയോ പറയുന്ന പേരാണ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡീസസ് എന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു പവറിനെ പറയുന്ന പേരാണ് ഇൻഡീസസ്. ഓക്കെ, അതേസമയം അപ്പോൾ ഈ 5നെ നമ്മൾ എന്താ പറയുക? അതിനെ നമ്മൾ ബേസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് ബേസും, സെക്കൻഡ് വൺ ഇൻഡെക്സും അല്ലെങ്കിൽ ഇൻഡീസസ് അല്ലെങ്കിൽ എക്സ്പോണന്റ്. ഓക്കെ, ദ നമ്പർ ദാറ്റ് ബീൻ മൾട്ടിപ്ലൈഡ്. ഫോർ എക്സാമ്പിൾ നമ്മൾ 5 × 5 × 5 എന്നെടുത്തില്ലേ, അവിടെ ആ 5 ആണ് നമ്മുടെ ബേസ് ആയിട്ട് വരുന്നത്. അതേസമയം 5 ക്യൂബായിട്ട് നമ്മൾ എഴുതിയപ്പോൾ അവിടെ ഒരു 3 ഉണ്ടായിരുന്നല്ലോ, ആ 3 ആണ് നമ്മുടെ ഇൻഡെക്സ് അല്ലെങ്കിൽ എക്സ്പോണന്റ്. പിടികിട്ടിയോ? യെസ്. ഇപ്പോൾ 5⁻0 അതിന്റെ വാല്യൂ എത്ര? പൊതുവെ എല്ലാവരും 5⁻0 is 0 എന്ന് പറയും. ആണോ? അല്ല. നമ്മുടെ മാത്സിൽ നമ്മൾ പറയുന്നത് 5⁻0 is 1. നമ്മൾ അങ്ങനെ അങ്ങ് എടുക്കുവാണ്. ചില കാര്യങ്ങൾ മാത്സിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമ്മൾ അങ്ങനെയാണെന്ന് അങ്ങ് വിചാരിക്കും. ഓക്കെ, 5⁻0 is how much? 1. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. Then 5⁻−1 എങ്ങനെ എഴുതാൻ പറ്റും? 5⁻−1 can be written as equal to 1/5. 1/5 എന്ന് എഴുതാൻ പറ്റും. പിന്നുള്ളത് വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ 5 സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതുന്നത്? 5 × 5. അത് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നല്ലോ. യെസ്. ദെൻ 5⁻∞ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 5⁻∞. 5നെ നമ്മൾ ഇൻഫിനിറ്റ് ടൈംസ് മൾട്ടിപ്ലൈ ആണ്, അപ്പോൾ ഇൻഫിനിറ്റി തന്നെയാണ് വരിക. അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പം പറഞ്ഞതേ ഉള്ളൂ. എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് എന്ന് നമ്മൾ അടുത്തൊരു ടോപ്പിക്കിൽ പറയും. അപ്പോൾ ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കിയിട്ട് അതിലേക്ക് പോവാം. √2. √2 എന്ന് പറയുന്നത് എന്താ? 2 എന്ന് പറഞ്ഞാൽ 2⁻1 അല്ലേ? ഒരു വട്ടേ 2 ഉള്ളൂ. അപ്പോൾ √2 എന്താ? ഈസ് 2⁻1/2. അതേസമയം ക്യൂബ് √2 എന്ന് പറഞ്ഞാൽ എന്താ? 2⁻1/3. 4 എന്ന് പറയുന്നത് എന്താ? വിച്ച് ഈസ് 2⁻1/4. പിടികിട്ടിയോ? ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇതൊക്കെ ചെറിയ ബേസിക് ആയിട്ട് നമ്മൾ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത നമുക്ക് ഒരു റൂളിലേക്ക് പോവാം. a⁻m into a⁻n is how much? a⁻m+n. ഇവിടെ a എന്താണ്? a എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റാൻഡം നമ്പർ. ഫോർ എക്സാമ്പിൾ 5 സ്ക്വയർ into 5 ക്യൂബ് is equal to how much? ഈ ഒരു പ്രോപ്പർട്ടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര എന്ന് എഴുതാൻ പറ്റും? 2 × 3 ആണോ എടുക്കുക? അല്ല, 2 + 3 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 5⁻2. 2 + 3 is how much? 2 + 3 is 5. ഓക്കെ, അതാണ് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് പ്രോപ്പർട്ടി. ആ ഒരു പ്രോപ്പർട്ടിയിൽ എപ്പോഴും ബേസ് സെയിം ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഇവിടെ 5⁻2 × 2⁻3 എന്ന് എഴുതിയാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. ബേസ് സെയിം ആണോ? അല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ബേസ് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് വൺ, കോഷ്യന്റ് ഓഫ് പവേഴ്സ്. സിമ്പിൾ ആണ്. നമ്മൾ ഇതുവരെ നേരത്തെ എഴുതിയ എന്താ? a⁻m × a⁻n. അതേസമയം ഇവിടെ എന്ത് എഴുതും? a⁻m
divided by a raised to n. അങ്ങനെ വരുവാണെങ്കിൽ that will give a raised to m minus n. നേരെ ഉൾട്ടയായി, അത്രയേ ഉള്ളൂ. അവിടെ മൾട്ടിപ്ലൈയിങ് ആയിരുന്നപ്പോൾ ആഡ് ചെയ്തു, ഇവിടെ ഡിവിഷൻ വന്നപ്പോൾ നമ്മൾ മൈനസ് ചെയ്തു. ഓക്കെ, ദെൻ പവർ ഓഫ് എ പവർ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ഇത് നമ്മൾ മിക്കയിടത്തും കാണും, മിക്ക ചോദ്യത്തിലും കാണും. a raised to m the whole raised to n, അതായത് 5 സ്ക്വയർ the whole raised to 3 എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എഴുതും? 2 + 3 എന്ന് എഴുതുമോ? ഇല്ല, അവിടെ പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത്, m into n എന്നാണ് വരുന്നത്, which is equal to 5 raised to 2 into 3 which is 5 raised to 6. ആ ഒരു പ്രോപ്പർട്ടി പിടി കിട്ടിയോ? അടുത്തത് എ ബി raised to n എന്ന് പറയുന്നത് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. a raised to n into b raised to n. ഒരു എക്സാമ്പിൾ എടുത്താൽ 6 raised to 4 എന്ന് പറഞ്ഞാൽ 6 raised to 4 നമുക്ക് 6 എന്ന് പറയുമ്പോൾ എന്തിൻ്റെയൊക്കെ പ്രോഡക്റ്റാ? 2-ൻ്റെയും 3-ൻ്റെയും പ്രോഡക്റ്റ് അല്ലേ? അപ്പോൾ 2 raised to 4 into 3 raised to 4 എന്ന് എഴുതാം. നിങ്ങൾ കാൽക്കുലേറ്റർ ഇട്ട് നോക്കൂ, സെയിം ആൻസർ തന്നെ കിട്ടും. 6 raised to 4 എന്ന് കിട്ടുമ്പോൾ ആൻസർ തന്നെ ആയിരിക്കും 2 raised to 4 into 3 raised to 4 ചെയ്യുമ്പോൾ കിട്ടുക. ഓക്കെ, ദെൻ അതേപോലെ തന്നെ സെയിം പ്രോപ്പർട്ടി, then a by b the whole raised to n is equal to a raised to n divided by b raised to n. അത് ഇനി ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കണോ? 6ൻ്റെ തന്നെ കാണിച്ചു തരാം. 6 എന്ന് പറയുമ്പോൾ 36 divided by 6 തന്നെയല്ലേ? 36 1 second 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ which is equal to 36 divided by 6 the whole square, 36 square by 6 square. സെയിം ആൻസർ അല്ലേ? അത്രയേ ഉള്ളൂ. then a raised to 0, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഈ ഒരു കാര്യം. a raised to 0 എന്താണ്? 1 ആണ്. for a not equal to 0. ഓക്കെ, then a raised to minus m നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, which can be written as 1 by a raised to m. അതെങ്ങനെയാ ഞാൻ വേറൊരു രീതിയിൽ എഴുതാം? a raised to aക്ക് വരെ ഞാൻ 9 എഴുതാം. 9 raised to minus 3 which is equal to 1 by 9 raised to 3. ഓക്കെ, നമുക്ക് ഇതൊക്കെ പ്രോബ്ലത്തിന് വേണ്ടി ആവശ്യമുള്ളതാണ്. ദെൻ അടുത്ത നമ്മുടെ റൂട്ടിൻ്റെ കേസ്, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നല്ലോ. യെസ്, ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, a raised to x is equal to b a raised to y. ബേസ് സെയിം ആണോ? ആണ്. when the bases are same, a raised to x is equal to a raised to y, then what happens? Then x is equal to y. When the bases are same and a raised to x is equal to a raised to y, then x is equal to y. Important point. Yes. Then next one, നമുക്കിനി കുറച്ച് ഐഡന്റിറ്റീസ് അറിയണം. ഇവിടെ നമ്മൾ സിംപ്ലിഫിക്കേഷനും അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഐഡന്റിറ്റീസ് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ഐഡന്റിറ്റീസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലിസ്റ്റ് നോക്കി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പല ചോദ്യങ്ങളും വിട്ടുപോകും, ചെയ്യാൻ പറ്റില്ല. ചിലത് നിങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട് സ്റ്റക്കായി പോയി നിങ്ങൾക്ക് സമയം മൊത്തം നഷ്ടപ്പെടും ആ ഒരു മാർക്കിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഐഡന്റിറ്റീസ് അറിയാതെ മുന്നോട്ട് പോകരുത്. യെസ്, ഫസ്റ്റ് ഐഡന്റിറ്റി, a plus b the whole square is equal to a plus b the whole square is a square plus b square plus 2ab അല്ലെങ്കിൽ a square plus 2ab plus b square. അതേപോലെ a minus b the whole square, ഇതൊക്കെ നമ്മൾ 5ാം ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ്. a square minus 2ab plus b square. അതേപോലെ നെക്സ്റ്റ് വൺ നോക്കിക്കഴിഞ്ഞാൽ a square minus b square, ഇത് നമ്മൾ മുന്നത്തെ പല ടോപ്പിക്കിലും ഈ ഒരു ഐഡന്റിറ്റി കണ്ടിട്ടുണ്ട് അല്ലേ? a square minus b square എത്ര? a plus b into a minus b. then a plus b the whole cube, important identity, a cube plus b cube plus 3ab into a plus b. ഓക്കെ, ദെൻ ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നിങ്ങൾ. ഈ ഒരു ഐഡന്റിറ്റീസ് എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഉണ്ടാവും, അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ദെൻ a minus b the whole cube which is equal to a cube minus 3a square b plus 3ab square minus b cube. അതേപോലെ a cube plus b cube ഉണ്ട്, a plus b into a square minus ab plus b square. ഇതൊന്നും എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല, നിങ്ങൾ തന്നെ പഠിക്കണം. കാണാതെ പഠിക്കണമെന്ന് ചോദിച്ചാൽ കാണാതെ പഠിക്കണം. മാത്സ് അല്ലേ സാർ, എങ്ങനെ കാണാതെ പഠിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. പല കാര്യങ്ങളും നിങ്ങൾ കാണാതെ പഠിച്ച് വെച്ചിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് എക്സാമിന് അവിടെ സാറ് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ
ഇതൊരു പ്രീവിയസ് ഇയർ ചോദ്യവും കൂടാ. ഈ ഒരു ഐഡന്റിറ്റി a⁻1/3, അതായത് ക്യൂബ് റൂട്ട് ഓഫ് എ പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് ബി പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് സി ഇസ് ഈക്വൽ ടു 0. Then what happens? a plus b plus c the whole cube is equal to 27 abc. ഇതൊരു പ്രീവിയസ് ഇയറിൽ ഐഡന്റിറ്റി എടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യമായിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഒരു ദിവസം നിങ്ങളൊരു എഫേർട്ട് ഇട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാർക്ക് തന്നെ കിട്ടിയിരിക്കാം. ഓക്കെ, യെസ്, നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് സ്റ്റാർട്ട്. യെസ്, സിംപ്ലിഫൈ അവർ പറയുന്നതാണ് നമ്മുടെ അടുത്ത് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ, ഈ ഒരു ചോദ്യം സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഏത് ഓപ്ഷനാണ് ആൻസർ ആയിട്ട് കിട്ടുക എന്ന്. ഓക്കെ, എന്താണ് ചോദ്യം? x⁻m + 3n into x⁻4m - 9n whole divided by x⁻6m - 6n. അതെല്ലാം കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുമ്പോൾ എത്ര കിട്ടും ഗായ്സ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇതെങ്ങനെ ചെയ്യും? ഇവിടെ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടല്ലോ, പിന്നെ ഇവിടെ ഒരു ഡിവിഷനും വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ബേസ് സെയിം അല്ലേ? എല്ലായിടത്തും ബേസ് എക്സ് അല്ലേ വാല്യൂ വരുന്നത്? അങ്ങനത്തെ കേസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പ്രോഡക്റ്റ് വരുമ്പോൾ a⁻x ഇൻറ്റു a⁻y അങ്ങനെ വരുന്ന കേസിൽ, അല്ലെങ്കിൽ a⁻m ഇൻറ്റു a⁻n അങ്ങനെ വരുവാണെങ്കിൽ a⁻m + n. അതേസമയം a⁻m ഡിവൈഡഡ് ബൈ a⁻n വിച്ച് ഇസ് ഈക്വൽ ടു a⁻m - n. ഇങ്ങനത്തെ ചെറിയ പ്രോപ്പർട്ടി നിങ്ങൾക്കറിയാം. ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ലേ? വിത്തിൻ സെക്കൻഡ്സ് യു വിൽ ഗെറ്റ് ദ ആൻസർ. ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ഫസ്റ്റ് വൺ എങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടുത്തെ ബേസ് എല്ലാം സെയിം അല്ലേ? നമ്മുടെ ന്യൂമറേറ്ററിലെ ബേസ് സെയിം ആണ്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് x⁻m + 3n പ്ലസ് എന്തുകൊണ്ടാ? ഈ ഒരു വാല്യൂ ആണ് മൊത്തത്തിൽ നമുക്ക് മറ്റേ അടുത്ത് എക്സ് അല്ലെങ്കിൽ എം വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. പ്ലസ് ഇതാണ് നമ്മുടെ നേരത്തെ ഐഡന്റിറ്റി പ്രകാരമുള്ള എൻ വാല്യൂ, അതായത് a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് a⁻m + n ആണ്. അതേപോലാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. 4m - 9n അത്ര എഴുതിയേ. അതേസമയം ഇവിടെ ഒരാൾ ഡിനോമിനേറ്ററിൽ കിടപ്പുണ്ട്, അയാളുടെയും ബേസ് സെയിം ആണ്. അപ്പോൾ അതിനെ എനിക്ക് മുകളിലേറ്റ് മൈനസ് ആയിട്ട് എടുത്ത് എഴുതിക്കൂടെ? യെസ്, ദാറ്റ് വിൽ ബിക്കം -6m മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുന്നത് എത്രയാണ്? പ്ലസ്, ദാറ്റ് വിൽ ബിക്കം +6n. സോൾവ് ചെയ്യുക, ആൻസർ കിട്ടി. ജസ്റ്റ് ഡയറക്റ്റ് വിത്തിൻ സെക്കൻഡ്സ് യു വിൽ ഗെറ്റ് ദ ആൻസർ അല്ലേ? നോക്കിക്കഴിഞ്ഞാൽ m ടേംസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ m + 4m - 6m എന്ന് പറയുന്നത് എത്രയാണ്? m + 4m - 6m. m + 4m എന്ന് പറയുന്നത് 5m, 5m - 6m എന്ന് പറയുന്നത് -m പ്ലസ് 3n - 9n പ്ലസ് 6n. അതെല്ലാം കൂടെ ക്യാൻസൽ ആയി പോവും. വിൽ ബിക്കം 0 വിച്ച് ഇസ് ഈക്വൽ ടു ഓപ്ഷൻ ബി x⁻m. ഓക്കെ, പിടികിട്ടിയോ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ എന്ന് പറയുന്നത്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിലെ പാറ്റേൺ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ഫ്രം ഇൻഡീസസ് ആണ്. ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ, നമുക്ക് ചെയ്തു തുടങ്ങാം. ഇവിടെ നമ്മളൊരു അസംഷൻ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ആദ്യം ഞാനൊന്ന് പറഞ്ഞു തരാം. ഈ 4x is equal to 5y is equal to 20z, then z is equal to what എന്നാണ് ചോദ്യം. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ നമ്മളൊരു അസംഷൻ എടുക്കും, which is 4x is equal to 5y which is equal to 20z which is equal to a constant value. അതിനെ നമുക്ക് k എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? k എന്ന് വിളിക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 4 എന്ന് പറയുന്നത് k⁻1/x എന്ന് എഴുതിക്കൂടെ?
അതെങ്ങനെ എഴുതും സാർ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഈ 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണല്ലോ. അപ്പോൾ 5 ഇസ് ഈക്വൽ ടു 25 ദ ഹോൾ റേസ് ടു 1/2. ഇപ്പുറത്തെ സൈഡിൽ എക്സ്പോണൻ്റ് ആയി പവർ ആയിട്ടിരിക്കുന്നത് ഇപ്പുറത്തോട്ട് വരുവാണെങ്കിൽ 1/that വാല്യൂ ആകും. ഓക്കെ, അതാണ് ഞാനിവിടെ ഉപയോഗിച്ച ഒരു കാര്യം. അതേപോലെ 5 എന്ന് പറയുന്നത് k റേസ് ടു 1/y ആണ്. അതേപോലെ 20 എന്ന് പറയുന്നത് k റേസ് ടു 1/z ആണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ 20 ആരുടെയൊക്കെ പ്രോഡക്റ്റാ? 20 എന്ന് പറയുന്നത് 4ൻ്റെയും 5ൻ്റെയും പ്രോഡക്റ്റാ. സോ 4 × 5 വിച്ച് ഇസ് ഈക്വൽ ടു k റേസ് ടു 1/z. 4 എന്ന് പറയുന്നത് k റേസ് ടു 1/x, 5 എന്ന് പറയുന്നത് k റേസ് ടു 1/y. സോ k റേസ് ടു 1/x ഇൻറ്റു k റേസ് ടു 1/y ഇസ് ഈക്വൽ ടു k റേസ് ടു 1/z. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫൈനലി the k raised to 1/x plus 1/y which is equal to k raised to 1/z. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കറക്റ്റ് ആൻസർ? കറക്റ്റ് ഓപ്ഷൻ ഇസ്, ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയിട്ട് ഞാൻ ഓപ്ഷനിലേക്ക് പോവാം. നിങ്ങൾക്ക് ഓൾറെഡി ആൻസർ കിട്ടി കാണും, എന്നാലും അടുത്ത സ്റ്റെപ്പ് എഴുതിയേക്കാം. 1/x plus 1/y which is equal to 1/z. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്? നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു. If a raised to x is equal to a raised to y then x is equal to y. അതേപോലെ നമ്മൾ ഇവിടെ നമ്മുടെ ഡിനോമിനേറ്റർ രണ്ടും ഈക്വൽ ആണ്. ഡിനോമിനേറ്റർ അല്ല, നമ്മുടെ ബേസ് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ പവറും ഈക്വൽ അല്ലേ? ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉപയോഗിച്ചത്. 1/x plus 1/y is equal to 1/z. LCM എടുത്തു കഴിഞ്ഞാൽ x plus y divided by xy which is equal to 1/z. So option, which is the correct answer? Option B is the correct answer, I think. Yes. Next one. ഈ ചോദ്യം എങ്ങനെ ചെയ്യും? ഇത് റിപ്പീറ്റഡ് ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ്. ഞാൻ ചെയ്യാം. സിമ്പിൾ ആണ്. സിമ്പിൾ ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. If x is equal to y raised to a, y is equal to z raised to b and z is equal to x raised to c, then ABC is what എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് തന്നെ z is equal to x raised to c എന്ന് എഴുതി. എക്സിന്റെ വാല്യൂ എത്ര? ആസ് പെർ ക്വസ്റ്റ്യൻ y raised to a എന്നാണ്. സോ z is equal to y raised to a the whole raised to c. അതിനെ എനിക്ക് y raised to ac എന്ന് എഴുതിക്കൂടെ? a raised to m the whole raised to n is equal to a raised to mn പ്രോഡക്റ്റ് ആയി. അതേപോലെ a into c എന്ന് എഴുതി. y raised to a into c. അതേസമയം y യുടെ വാല്യൂ ആസ് പെർ ക്വസ്റ്റ്യൻ എത്രയാണ്? z raised to b. സോ z is equal to y ക്ക് പകരം ഈ y ക്ക് പകരം ആരെ ഇട്ട് കൊടുക്കും? z raised to b. z raised to b the whole raised to ac which is equal to z raised to abc. b into a into c എന്ന് പറയുന്നത് a into b into c അല്ലേ? അത് തന്നെ. യെസ്, അങ്ങനെ എഴുതി. അങ്ങനാണെങ്കിൽ ഇവിടുത്തെ സെറ്റിന്റെ പവർ 1ഉം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സെറ്റിന്റെ പവർ 1ഉം റൈറ്റ് ഹാൻഡ് സൈഡിൽ ABC ആണ്. സോ ABC is equal to 1 when the bases are equal. When a raised to x is equal to a raised to y and the bases are equal, x is equal to y. So option ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ B ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഈ സെയിം ക്വസ്റ്റ്യൻ ഏകദേശം 6 വർഷത്തോളം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പല ഇടവേളകളിലായിട്ട് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. നമുക്കതൊന്ന് ചെയ്യാം. സിമ്പിൾ ആണ് ചെയ്യാനും. 2 raised to n plus 2 raised to n minus 1 divided by the whole divided by 2 raised to n plus 1 minus 2 raised to n എന്നാണ് ചോദ്യം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സിമ്പിൾ ആണ്. നമ്മൾ 2 raised to n ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും അങ്ങ് കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയും. അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടും. യെസ്, ഇപ്പോൾ 2 raised to n ന്യൂമറേറ്ററിൽ നിന്ന് കോമൺ എടുത്താൽ ബാക്കി എന്താണ് ഫസ്റ്റ് ടേമിൽ ഉണ്ടാവുക? 1 പ്ലസ് 2 raised to n സെക്കൻഡ് ടേമിൽ നിന്ന് നമ്മൾ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണ് ഉണ്ടാവുക? 2 raised to minus 1. അതെന്ന് പറയുന്നത് 1/2. The whole divided by പിന്നെയും 2 raised to n ഡിനോമിനേറ്ററിൽ നിന്ന് കോമൺ എടുത്തു. Which 2 raised to n plus 1ന്റെ ബാക്കി എന്താണ് ഉണ്ടാവുക? 2 പ്ലസ് ആണോ? അല്ല, മൈനസ്. സോറി, യെസ്, മൈനസ് 2 raised to n പോയി കഴിഞ്ഞില്ലേ? അപ്പോൾ 1 ആണ് ബാക്കിയുള്ളത്. 2 minus 1 എത്ര? 1 തന്നെ. ഈ 2 raised to n ഉം 2 raised to n ഉം ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താ ഉള്ളത്?
1 plus 1 by 2. LCM എടുത്താൽ 3 by 2. So answer is option B. പിടികിട്ടിയോ? യെസ്. ദെൻ നെക്സ്റ്റ് എഴുതി നോക്കിക്കഴിഞ്ഞാൽ 2 raised to x square is equal to 3 raised to y square which is equal to 12 raised to z square. ഈ ഒരു ടൈപ്പ് ഓഫ് ചോദ്യം കുറച്ച് മുന്നേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ ഇവിടെ ഒരു ചെറിയ പാറ്റേൺ ഡിഫറൻസ് വന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സെയിം രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്? നമ്മളൊരു അസംഷൻ എടുക്കും. എന്താണ് ആ അസംഷൻ? ഫസ്റ്റ് അസംഷൻ ഈസ് 2 raised to x square is equal to 3 raised to y square is equal to 12 raised to z square is equal to how much? K. നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ 2 is how much? 2 is k raised to 1 by x square. So 3 is how much? 3 is ഓക്കെ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് നേരെ എഴുതിയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ആയാലോ. 3 raised to y square. ഓക്കെ, യെസ്. സോ അപ്പോൾ 3 എന്ന് പറയുന്നത് k raised to 1 by y square ആൻഡ് 12 എന്ന് പറയുന്നത് k raised to 1 by z square. z ആണ്, അല്ലെങ്കിൽ c എന്നൊക്കെ പറയും, z square. യെസ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 12 അല്ലേ ഉള്ളത്. സോ 12നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 into 3 എന്ന് എഴുതിക്കൂടെ? എന്തുകൊണ്ടാണ് നമ്മൾ 2 into 2 into 3 എന്നും 6 into 2 എന്ന് എഴുതാഞ്ഞത്? 2 into 2 into 3 എന്ന് എഴുതിയിട്ട് അതല്ലാതെ നമ്മൾ 6 into 2 എന്ന് എഴുതാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ ആസ് പെർ ആണ് നമ്മൾ പോകുന്നത്. ഇവിടെ 2ന്റെ വാല്യൂ അല്ലേ തന്നിട്ടുള്ളൂ, 4ന്റെ വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ 2 into 2 into 3 എന്ന് തന്നെ എഴുതണം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 12. പിടികിട്ടിയോ? യെസ്. ഈ 2ന്റെ വാല്യൂ എത്ര? k raised to 1 by x square. k raised to 1 by x square. k raised to 1 by x square. അടുത്ത 2ന്റെ വാല്യൂ k raised to 1 by x square into 3യുടെ വാല്യൂ k raised to 1 by y square which is equal to 12ന്റെ വാല്യൂ എത്ര? k raised to 1 by z square. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്ന് എത്ര ആവും? ഫസ്റ്റ് രണ്ട് ടേംസ് എന്ന് പറയുന്നത് k raised to x squareും k raised to x squareും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറും? അത് k raised to 2 by x square എന്നാവത്തില്ലേ? എങ്ങനായി? അത് രണ്ടും കൂടെ ആഡ് ആയി. 1 by x square plus 1 by x square, that is 2 by x square which into k raised to 1 by y square, അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ plus 1 by y square which is equal to k raised to 1 by z square. അപ്പോൾ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? 1 by 2 by x square plus 1 by y square which is equal to 1 by z square. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഇത് സെയിം പാറ്റേൺ അല്ലേ ഗൈസ്? സെയിം പാറ്റേൺ തന്നെ. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഇഫ് 2 raised to x into 3 raised to y into 5 raised to z is equal to 360. അങ്ങനാണെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ എന്താണ്? അയ്യോ, നമ്മുടെ പാറ്റേൺ മാറിപ്പോയി. ഞാൻ അറിയാതെ ആ പാറ്റേൺ ആണെന്ന് വിചാരിച്ചു. എങ്ങനെ ചെയ്യും ഈ ഒരു ടൈപ്പ് ഓഫ് ചോദ്യം? നമ്മളോട് ചോദിക്കുന്നത് എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ്. നമുക്ക് പക്ഷേ തന്നിരിക്കുന്നത് 2 raised to x into 3 raised to y into 5 raised to z എന്നാണ്. അതിൻ്റെ വാല്യൂ 360 ആണെന്ന് തന്നിട്ടുണ്ട്. എന്താണ് ഈസിയസ്റ്റ് മെത്തേഡ്? ഈസിയസ്റ്റ് മെത്തേഡ് ഇസ് ഓപ്ഷൻ ഹിറ്റിംഗ്. ഓപ്ഷൻ എടുത്തിട്ട് അങ്ങോട്ട് ഹിറ്റ് ചെയ്യുക, ആൻസർ അങ്ങോട്ട് കിട്ടും. ടേക്ക് ഓപ്ഷൻ ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആവുമ്പോൾ എക്സിന്റെ വാല്യൂ 3, വൈയുടെ വാല്യൂ 2 ആൻഡ് സെഡിന്റെ വാല്യൂ 1. അങ്ങനെയാണെങ്കിൽ സോ LHSും RHSും നമുക്ക് ഈക്വൽ ആക്കണം. അതെങ്ങനെ ആയിരിക്കും? 2 raised to 3 into 3 raised to 2 into 5 raised to 1 which is equal to 2 raised to 3 is 8 into 9 into 5. അത് എത്ര കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്? യെസ്, 8 into 9 into 5. 8 into 9 എത്ര? 72. 72 into 5 360 which is equal to 360 which is equal to RHS, that is 360. So option A is the correct answer. നിങ്ങൾ വേറെ ഏത് ഓപ്ഷൻ എടുത്താലും ചിലപ്പോൾ അവിടെ കറക്റ്റ് ആവില്ല, ചിലപ്പോൾ അല്ല, ഈ ഒരു ആൻസർ കറക്റ്റ് ആവത്തില്ല. LHSും RHSും ഈക്വൽ ആവുന്ന ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. സോ ദ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ആയിരിക്കില്ല, ഇതൊന്ന് മിക്സ് ചെയ്തായിരിക്കും നിങ്ങളുടെ ഫൈനൽ എക്സാമിന് തരിക. അപ്പോൾ ഓരോ ഓപ്ഷനും എടുത്ത് നോക്കുക. വിത്തിൻ സെക്കൻഡ്സ് ആൻസർ എന്തായാലും കിട്ടും. അവിടെ നിങ്ങൾ ചെയ്യുമ്പം പ്രത്യേകിച്ച് നിങ്ങൾ സ്പീഡിലായിരിക്കും ചെയ്യുക. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ സ്പീഡ് കൂടുമ്പോൾ നമുക്ക് തെറ്റാനും ചാൻസ് ഉണ്ട്.
ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. യെസ്, ഇഫ് x into x raised to 1 by 5 is equal to x raised to 1 by 5 the whole raised to x. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്നാണ്. ഇതും പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ LHSനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എക്സ് റേസ് ടു 1 ഇൻറ്റു എക്സ് റേസ് ടു 1 by 5 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ബൈ 5. പവറായിട്ട് എഴുതിയപ്പോൾ എക്സ് ഇൻറ്റു 1 by 5 എന്നുള്ളത് എക്സ് ബൈ 5 എന്നായി. ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എക്സ് ഇൻ റേസ് ടു 1 plus 1 by 5 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ബൈ 5. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബേസ് രണ്ടിടത്തും സെയിം ആണ്. അപ്പോൾ നമ്മുടെ പവേഴ്സും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി 1 plus 1 by 5 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 5. LCM എടുത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ 6 by 5 ഇസ് ഈക്വൽ ടു എക്സ് ബൈ 5. സോ എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 6. ഓപ്ഷൻ ഡി. യെസ്. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു വട്ടമൊക്കെ ചോദ്യം വന്നിട്ടുണ്ടെന്ന്. അതിനെ ബേസ് ചെയ്തൊരു എക്സാമ്പിളാണ്. ഈ ഒരു ചോദ്യം എടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്നും കൂടെ എഴുതണം. ഓക്കെ, സോ ഇഫ് cube root a plus cube root b plus cube root c is equal to 0, then the value of a plus b plus c the whole divided by 3 the whole cube എന്ന് പറയുന്നത് എത്രയാണ്? ഞാനൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഇഫ് a raised to 1 by 3 plus a b raised to 1 by 3 plus c raised to 1 by 3 is equal to 0, then a plus b plus c the whole cube is equal to 27abc എന്നാണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമുക്ക് ആൻസർ പെട്ടെന്ന് തന്നെ കിട്ടിയില്ലേ? ഈ 27 എന്ന് പറയുന്നത് എന്താ? 3 ക്യൂബ് അല്ലേ? അപ്പോൾ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? a plus b plus c divided by 3 the whole raised to cube is equal, whole raised to 3 is equal to abc. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ABC is the right answer. പിടി കിട്ടിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിൽ 25 the whole raised to 150 എന്നുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 25x the whole raised to 50 എന്നുണ്ട്. ദെൻ വാല്യൂ ഓഫ് എക്സ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. വളരെ സിമ്പിളാണ്. നമ്മൾ ഓപ്ഷൻ എടുത്തിട്ട് ഹിറ്റ് ചെയ്ത ആൻസർ എടുക്കുക. ഓക്കെ, എങ്ങനെയാണ് നമ്മളത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് LHS എന്ന് പറയുന്നത് 25 the whole raised to 150. RHS എന്ന് പറയുന്നത് 25x the whole raised to 150. എക്സിന് പകരം നമ്മൾ ഓപ്ഷൻ 8 കൊടുത്തു. ദാറ്റ് ഈസ് 25 into 5 cube the whole raised to 50. LHS RHS ഈക്വൽ ആവുമോ? ലോജിക്കലി ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ 5 ക്യൂബ് എന്ന് പറയുന്നതും 25 ആയിട്ടും വളരെ വലിയ അന്തരമുണ്ട്. 25 വരണമെങ്കിൽ അതൊരു ഈവൻ നമ്പറായിട്ട് വേണം പോകാൻ. ഇപ്പോൾ 4 എടുക്കുക, 6 എടുക്കുക, അല്ലെങ്കിൽ 8 എടുക്കുക, 5/4 എടുക്കുക, അല്ലെങ്കിൽ 5/6 എടുക്കുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഓഡ് വരുന്ന കാര്യങ്ങൾ എപ്പോഴും റോങ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എയും പിന്നെ ഓടുള്ള ഏതാ 5/1, അത് രണ്ടും റോങ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ബി എടുത്തു കഴിഞ്ഞാൽ RHS എന്താവും? 25 into 5/4. ഈ 5/4 എനിക്ക് 5² into 5² എന്ന് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് 25 into 25. അതൊന്ന് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഇറ്റ് ഈസ് 25 into 25 the whole raised to 50. the whole raised to 50. ഈ ബേസ് എല്ലാം ഈക്വൽ ആണ്. 25 into 25 into 25 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതും? 25 the whole raised to 3 the whole raised to 50 അവിടെ ബാക്കിയുണ്ട്, അതുകൊണ്ട്. അപ്പോൾ 3 into 50 എന്ന് പറയുന്നത് 25 the whole raised to 150 which is equal to LHS. So LHS is equal to RHS. So option B is the right answer. പിടി കിട്ടിയോ? യെസ്. അടുത്ത ചോദ്യം. ഈ മെത്തേഡ് നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. സി, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടൈപ്പാണിത്. ഓക്കെ, ഇഫ് 3/x is equal to 5/y is equal to 75/z, then നമുക്ക് കുറേ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യും? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യും. എങ്ങനെ? 3/x 1 second. 3/x
is equal to 5 raised to y is equal to 75 raised to z which is equal to എന്തായിരുന്നു നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് അസംഷൻ which is equal to k എന്നെടുക്കും. അങ്ങനാണെങ്കിൽ 3 എന്ന് പറയുന്നത് k raised to 1 by x, 5 എന്ന് പറയുന്നത് k raised to 1 by y and z എന്ന് പറയുന്നത് and 75 എന്ന് പറയുന്നത് k raised to 1 by z ആണ്. ഓക്കെ, ഇത്രയും നമുക്കറിയാലോ. ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആ 75നെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. 75 എന്ന് പറയുന്നത് 75 ഈസ് ഈക്വൽ ടു എനിക്ക് 5 into 5 into 3 എന്ന് എഴുതിക്കൂടെ? എഴുതാം. എന്താണ് 5 into 5 25, 25 into 3 is 75. സോ ഈ 75ന് വരെ ആരായിട്ട് കൊടുക്കും? k raised to 1 by z which is equal to 5ന് വരെ ആരായിട്ട് കൊടുക്കും? k raised to 1 by y. രണ്ട് 5 ഉണ്ട്, അത് രണ്ടും കൂടെ ചേർന്നിട്ട് k raised to 2 by y എന്നാവും into k raised to 3ക്ക് പകരം 1 by x. 3ക്ക് പകരം k raised to 1 by x which is equal to 1 by z which is equal to 2 by y plus 1 by x. നമ്മുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ച്. സോ ഓപ്ഷൻ which is the correct option? ഓപ്ഷൻ സി is the correct option. ആണോ? അതെ, യെസ്. ഇതൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഓക്കെ, മനസ്സിലായോ? യെസ്. എന്താ ചോദ്യം കാണുന്നുണ്ടോ? ആണല്ലോ. ഇഫ് എ ബി സി ഈസ് ഈക്വൽ ടു 2 then the value of 1 by 1 plus a plus 2 into b raised to minus 1 plus 1 by 2b plus c raised to minus 1 plus 1 by 1 plus c plus a raised to minus 1. ഇങ്ങനെ തരുന്ന കേസുകളിൽ നമ്മൾ എപ്പോഴും ഈ തന്നിരിക്കുന്ന ഗിവൺ വാല്യൂവിനെ നല്ല രീതിയിൽ ഉപയോഗിക്കണം, എന്നാലേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുകയുള്ളൂ. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ചോദ്യമാണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് കുറച്ച് വാല്യൂസ് നമുക്കൊന്ന് എഴുതി വെക്കാം. ഓക്കെ, ഞാൻ എഴുതി കാണിക്കാം. ഫസ്റ്റ് എ ബി സി എന്ന് പറയുന്നത് എത്രയാണ്? എ ബി സി എന്ന് പറയുന്നത് എത്ര? 2 എന്നുള്ളൊരു വാല്യൂ നമുക്കുണ്ട്. ദെൻ എ എന്ന് പറയുന്നത് അപ്പോൾ എത്ര ആയിരിക്കും? എ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? എ എന്ന് പറഞ്ഞാൽ 2 by ബി സി എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ 2 into b raised to minus 1 c raised to minus 1. then b എന്ന് പറയുന്നത് 2 into b എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 2 into a raised to minus 1 c raised to minus 1. so c എന്ന് പറയുന്നത് 2 into a raised to minus 1 b raised to minus 1. അത്രയും വാല്യൂ നമ്മൾ എഴുതി. എങ്ങനെ എഴുതി? ഇതിൽ നിന്ന് എടുത്ത് എഴുതി. ഓക്കെ, ദെൻ ഇനി നമ്മൾ അടുത്ത വേറെ കുറച്ച് വാല്യൂസ് എഴുതും. ഏതൊക്കെയാന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ എ ബി എന്ന് പറഞ്ഞാൽ 2 into c raised to minus 1 അല്ലേ? അതേപോലെ ബി സി എന്ന് പറഞ്ഞാൽ 2 into a raised to minus 1 അല്ലേ? അതേപോലെ എ സി എന്ന് പറഞ്ഞാൽ 2 into p raised to minus 1. ഇത്രയും വാല്യൂ ആണ് നമുക്ക് വേണ്ടത് ഈ ഒരു ടൈപ്പ് ചെയ്യാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും, അഥവാ ഇനി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, ദെൻ നമ്മുടെ ചോദ്യപ്രകാരം 1 ഞാൻ ചോദ്യം ഒന്ന് എടുത്ത് എഴുതുവാണേ. 1 divided by 1 plus a plus 2b raised to minus 1 plus 1 by 1 plus 1 by 2b plus c raised to minus 1 plus 1 by 1 plus c plus a raised to minus 1 എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യും? എങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒരു ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം ഈ ഒരു ഫസ്റ്റ് ടേമിലെ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, ബാക്കി എല്ലാ ടേംസിലെയും ഡിനോമിനേറ്റർ ആ ഫസ്റ്റ് ടേമിലെ ഡിനോമിനേറ്റർ ആക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ എങ്ങനെ എഴുതുക? 1 by 1 plus a plus 2b raised to minus 1 plus 1 divided by എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും നമ്മുടെ ഈ ഒരു ഡിനോമിനേറ്റർ ഫസ്റ്റ് ടേമിലെ ഡിനോമിനേറ്റർ പോലെ തന്നെ ആകുക? 2b raised to minus 1 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടേം പോലെ ആവില്ലേ? എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇൻറ്റു 2b raised to minus 1 ഡിവൈഡഡ് ബൈ 2b raised to minus 1 ഇൻറ്റു 1 plus 1 by 2b plus c raised to minus 1. ഓക്കെ, അങ്ങനെ എഴുതി. പ്ലസ് ഇനി ഈ ഒരു കേസ് ഈ ഒരു ടേം എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമായിരിക്കും?
എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 1 പ്ലസ് സി പ്ലസ് എ റേസ് ടു -1. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നോക്കിയാൽ ഈ ഫസ്റ്റ് ടേമിനെ നമ്മൾ അതേപോലെ തന്നെ എഴുതും. 1/1 പ്ലസ് എ പ്ലസ് 2 ഇൻറ്റു ബി റേസ് ടു -1 പ്ലസ് 2 ഇൻറ്റു ബി റേസ് ടു -1 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അതെന്താവും 2 ഇൻറ്റു ബി റേസ് ടു -1 പ്ലസ് 2 ഇൻറ്റു 1/2 എത്ര 1 ആണ്. സോ ബി ഇൻറ്റു ബി റേസ് ടു -1 എത്ര അതും 1 ആണ്. സോ +1 പ്ലസ് 2 ബി റേസ് ടു -1 സി റേസ് ടു -1 പ്ലസ് എ ഡിവൈഡഡ് ബൈ എ പ്ലസ് എ സി പ്ലസ് എ ഇൻറ്റു എ റേസ് ടു -1 എത്ര 1 ആണ്. അത്രയും പിടി കിട്ടിയോ? ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സെക്കൻഡ് ടേമിലെ ഈ 2 ഇൻറ്റു ബി റേസ് ടു -1 സി റേസ് ടു -1 അതെന്ന് പറയുന്നത് എത്രയാണ്? 2 ഇൻറ്റു ബി റേസ് ടു -1 സി റേസ് ടു -1 അതെന്ന് പറഞ്ഞാൽ എ ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എ ആണ്. ദെൻ അടുത്ത ടേമിലെ എ സി എന്ന് പറയുന്ന വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എ സി എന്ന് പറയുന്നത് 2 ഇൻറ്റു ബി റേസ് ടു -1 ആണ്. എ സി എന്ന് പറയുന്നത് 2 ഇൻറ്റു ബി റേസ് ടു -1 ആണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 1/1 പ്ലസ് എ പ്ലസ് 2 ഇൻറ്റു ബി റേസ് ടു -1 പ്ലസ് 2 ബി റേസ് ടു -1 ഡിവൈഡഡ് ബൈ 2 ബി റേസ് ടു -1 പ്ലസ് 1 പ്ലസ് എ പ്ലസ് എ ഡിവൈഡഡ് ബൈ എ പ്ലസ് 2 ബി റേസ് ടു -1 പ്ലസ് 1. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ എല്ലാം ഡയറക്റ്റ് വാല്യൂ എടുത്ത് എഴുതി കൂടെ, വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എ പ്ലസ് 2 ബി റേസ് ടു -1 ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററും സെയിം തന്നെയാണ് 1 പ്ലസ് എ പ്ലസ് 2 ബി റേസ് ടു -1. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, വിച്ച് ഇസ് 1. രണ്ടുകൂടെ ക്യാൻസൽ ആയി പോവുകയാണ് ഇവിടെ, വിച്ച് ഇസ് ഈക്വൽ ടു 1. പിടി കിട്ടിയോ? യെസ്, ദാറ്റ്സ് ഓൾ. കുറച്ച് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ആ ഒരു ആൻസർ കിട്ടുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഇത് സിമ്പിളാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാൽക്കുലേറ്റർ എടുക്കുക, ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആദ്യം എയുടെ വാല്യൂ കണ്ടുപിടിക്കുക, ഈ ഒരു റൂട്ടൊക്കെ എടുത്തിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കുക. അതേപോലെ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് a² പ്ലസ് b² എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ആ ഒരു ആൻസർ മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനും സെയിം മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്യുക. ഓക്കെ, യെസ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതും സെയിം മെത്തേഡ് തന്നെയാണ്. ആദ്യം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. √3 പ്ലസ് 1/√3 കാൽക്കുലേറ്റർ ഇട്ട് ആ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എത്ര കിട്ടുമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ 3 ചോദ്യവും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് ഇവിടെ കമൻറ്റ് ചെയ്യുക. പിടികിട്ടിയോ? ദെൻ നെക്സ്റ്റ് ചോദ്യം. ഇഫ് p is equal to x raised to 1/3 plus x raised to -1/3 then p cube minus 3p is how much എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? x raised to 1/3 പ്ലസ് x raised to -1/3 ആണ് പിയുടെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ p ക്യൂബ് മൈനസ് 3pയുടെ വാല്യൂ എത്ര ആണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? p is equal to x raised to 1/3 പ്ലസ് x raised to -1/3. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡും ക്യൂബ് ചെയ്യുക. എന്തുകൊണ്ടാണ് ക്യൂബ് ചെയ്തത്? നമ്മുടെ ആൻസറിൽ ആ p ക്യൂബിൻ്റെ വാല്യൂ വേണം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ p ക്യൂബ് is equal to x raised to 1/3 plus x raised to -1/3 the whole cube. അങ്ങനെയാണെങ്കിൽ p cube is equal to a plus b the whole cube എന്ന് പറയുന്നത് എത്ര ആയിരുന്നു? നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. a cube plus b cube plus 3ab into a plus b. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? x raised to 1/3. ബിയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? x raised to -1/3. അപ്പോൾ അതിനാണ് എനിക്ക് x raised to 1/3 the whole cube plus x raised to -1/3 the whole cube plus 3ab. എക്ക് പകരം ആരായിട്ട് കൊടുക്കണം? എക്ക് പകരം നമ്മൾ x raised to 1/3 ഇട്ട് കൊടുക്കും.
എക്സ് റേസ് ടു 1/3 ഇൻറ്റു ബിക്ക് പകരം എക്സ് റേസ് ടു -1/3 ആൻഡ് ഫൈനലി എ പ്ലസ് ബി, അതായത് എക്സ് റേസ് ടു 1/3 പ്ലസ് എക്സ് റേസ് ടു -1/3. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതി വെച്ചത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് റേസ് ടു 1/3 ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എത്ര? എക്സ് റേസ് ടു 1. സോ എക്സ് പ്ലസ് എക്സ് റേസ് ടു -1/3 ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് റേസ് ടു -1 വിച്ച് ഈസ് 1/x പ്ലസ് 3 ഇൻറ്റു എക്സ് റേസ് ടു 1/3 ഇൻറ്റു എക്സ് റേസ് ടു -1/3, അതെന്ന് പറയുന്നത് 1 ആവും. 3 ഇൻറ്റു 1 ഇൻറ്റു ഈ എക്സ് റേസ് ടു 1/3 പ്ലസ് എക്സ് റേസ് ടു -1/3 ആസ് പെർ ക്വസ്റ്റ്യൻ എത്രയാണ്? പി ആണ്. സോ പി ക്യൂബ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/x പ്ലസ് 3p. സോ നമുക്ക് എന്താണ് വേണ്ടത്? പി ക്യൂബ് മൈനസ് 3p ആണ്. ഈ 3pനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയ ആൻസർ ആയില്ലേ? പി ക്യൂബ് മൈനസ് 3p which is equal to x plus 1/x. So option is option C. Yes. Okay. So അപ്പോൾ അത്രയൊക്കെയാണ് സോറി അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇൻഡീസസ് എന്നുള്ളൊരു ടോപ്പിക് ഉള്ളത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ലോഗരിതം എന്ന ടോപ്പിക്കുമായിട്ട് ഒരു ഡിസ്കഷന് വേണ്ടി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നല്ല രീതിയിലുള്ളൊരു റെസ്പോൺസാണ് നമ്മുടെ ചാനലിൽ കിട്ടുന്നത്. ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഹു ആർ സ്റ്റഡിയിങ് CA ഫൗണ്ടേഷൻ. നമ്മൾ ത്രൂ ഔട്ട് എൻ്റയർ സിലബസ് നമ്മളിവിടെ കവർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഏത് എക്സാമാണ്? ജാനുവരി എക്സാമാണ്. അപ്പോൾ ജാനുവരി എക്സാം ആകുമ്പോഴത്തേക്കും ത്രൂ ഔട്ട് എല്ലാ ടോപ്പിക്സും ഇവിടെ ഉണ്ടാവും. ഓക്കെ, ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫ്രോം Aruvu Pro Academy.